അർപ്പണമായ ആരാധന, വർഷിപ്പ് ആൻഡ് ഓഫറിംഗ്. മറ്റൊരു നോയമ്പ് കാലം കൂടി ആചരിക്കുവാൻ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്താണ് നോയമ്പ് കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെയും അതിനു മുമ്പായി കർത്താവ് അനുഭവിച്ച കഷ്ടതകളെയും സ്മരിക്കുവാനും നമ്മുടെ ഓരോരുത്തർക്കും ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാകുവാനും മാത്രമല്ല, നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും അത് ക്ഷമിക്കണേ എന്ന് അപേക്ഷിക്കുവാനുമൊക്കെയും ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ പഠന വിഷയമാണ് അർപ്പണമായ ആരാധന, വർഷിപ്പ് ആൻഡ് ഓഫറിംഗ്. ഇതിനടിസ്ഥാനമായ വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ഉള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. ദൈവത്തെ മാനിക്കാനായി അഥവാ ആരാധിക്കാനായി നിങ്ങൾ എത്ര കൊടുത്തു, എന്തു കൊടുത്തു എന്നതല്ല പ്രാധാന്യം, എങ്ങനെ കൊടുത്തു എന്നതാണ് വിലപ്പെട്ടത്. ഇവിടെ വിവരിച്ചിരിക്കുന്ന വിധവ അവർക്കുള്ളതിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ കൊടുത്തു. നാം പലപ്പോഴും ആരാധന, അതായത് വർഷിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ പോകുന്നു. പാട്ടുപാടുകയും കൈകൾ വീശുകയും ഒക്കെ ചെയ്യുന്നതാണോ ആരാധന? ശരിയായ ആരാധന, വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ അഡോർ ചെയ്യുകയാണ്, അതായത് ദൈവത്തെ ഗാഢമായി സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കുകയാണ്. ഇതുപോലെ വർഷിപ്പ് ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നാം മനസ്സിലാക്കണം. അതിനുള്ള വഴി നാം കണ്ടെത്തണം. ശരിയായ ആരാധനയിലൂടെ നാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇതിനായി നാം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും വേണം. 30-ാം സങ്കീർത്തനം 4-5 വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ, അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. സത്യമായ ആരാധനയിലൂടെ നമ്മുടെ പഴയ മുറിവുകളിൽ നിന്ന് കഴുകൽ പ്രാപിക്കാം. അത് നമ്മെ നമ്മുടെ ദൈവകൽപിതമായ ഭാവിയിലേക്ക് നയിക്കും. ആരാധനയിലൂടെ നമുക്ക് ദൈവത്തെ ശ്രവിക്കാം, ദൈവം നമ്മെയും ശ്രവിക്കും. ഇത് മനസ്സിലാക്കി വേണം ആരാധന നടത്തുവാൻ. നാം ആരാധന ആലയത്തിൽ ആയാലും ഭവനത്തിലായാലും ആരാധിക്കുമ്പോൾ പൂർണ്ണമായും നമ്മെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ദൈവവുമായി ഒരു ബന്ധം, അതായത് ഒരു കണക്ട് ഉണ്ടാകണം. ഇതില്ല എങ്കിൽ അത് ശരിയായ ആരാധനയല്ല. മാലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരമാണ്, ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുവിൻ. നമ്മളുടെ ആരാധന അവനെ പ്രസാദിപ്പിക്കുന്നതാണോ അതോ വെറുപ്പിക്കുന്നതാണോ എന്ന് നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. 96-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യം പറയുന്നത്, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്കവണ്ണം മഹത്വം കൊടുപ്പിൻ, തിരുമുൽ കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ.
റോമർ 12:1-2 വാക്യങ്ങളിലും 96 സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങളിലും ഒക്കെയും പറയുന്നത് ദൈവത്തെ ആരാധിക്കേണ്ട ക്വാളിറ്റീസാണ്. നാം ഇതുപോലെയാണോ ആരാധിക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ പേര് കഴിപ്പിക്കുന്ന ഒരു ആരാധനയാണോ? പള്ളിയിൽ ആരാധനയ്ക്ക് കടന്നു വന്ന് ആരാധന കഴിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ? അതോ നമ്മുടെ ആരാധന ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെയും ഉള്ളതാണോ എന്ന് നമുക്ക് ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കാം. ഇല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു.